ഉള്ളത് പറഞ്ഞാൽ ഉള്ളത് പറഞ്ഞാൽ ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും ഉലകമാകെ പൊട്ടിച്ചിരിക്കും. ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും ഉലകമാകെ പൊട്ടിച്ചിരിക്കും. ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും ഉലകമാകെ പൊട്ടിച്ചിരിക്കും. ഉള്ളത് ഉള്ളത് പറഞ്ഞാൽ ഉള്ളത് ഉള്ളത് പറഞ്ഞാൽ ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും ഉലകമാകെ പൊട്ടിച്ചിരിക്കും. ഉള്ളത് പറഞ്ഞാൽ ഉള്ളത് പറഞ്ഞാൽ. നമസ്കാരം. ഉള്ളത് പറഞ്ഞാൽ ആരംഭിക്കുകയാണ്. ഉള്ളത് പറഞ്ഞാൽ ഉള്ളത് പറഞ്ഞാൽ. തെരഞ്ഞെടുപ്പ് ഉത്സവത്തിന് കൊടിയേറിയതോടെ നാടെങ്ങും സ്ത്രീകൾ തലപൊക്കിയിരിക്കുന്നു. പൂന്താനം മഹാകവി പാടിയതുപോലെ സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതികെട്ടു നടക്കുന്നിതു ചിലർ. അതുകൊണ്ടാണ് NS മാധവൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഗ്രഹണകാലമാണ്, എല്ലാ ഞാഞ്ഞൂലുകൾക്കും വിഷം വയ്ക്കുന്ന കാലം. ഭരണത്തിനായി രാഷ്ട്രീയ ചിന്തകൾ മാറ്റിവെച്ച് ജാതിക്കും മതത്തിനും മുൻതൂക്കം നൽകുന്നത് പ്രായോഗിക രാഷ്ട്രീയമാണെന്ന് പാർട്ടികൾ കരുതുന്നു. അങ്ങനെ ഇന്നലെ വരെയുള്ള കൂട്ടുകെട്ടുകൾ വേണ്ടെന്ന് വയ്ക്കുന്നു. പുത്തൻ ചേരികളിൽ കൈകൾ കോർക്കുന്നു. ഏറ്റവും ഒടുവിൽ ജോണി നെല്ലൂർ എന്ന പാർട്ടി ചെയർമാൻ എൻ്റെ പാർട്ടിയുടെ മന്ത്രി കൂടിയായ അനൂപ് ജേക്കബിൻ്റെ ഒരു പ്രസ്താവന പാർട്ടിക്ക് ഇന്നലത്തെ നാളിതുവരെയുള്ള ചർച്ച പാർട്ടിക്ക് തൃപ്തികരം, ചർച്ച തുടരുന്നു. അത് വന്നപ്പോൾ വലിയൊരു കൺഫ്യൂഷനായി. പല ഭാഗത്തു നിന്ന് പാർട്ടിക്കാർ വിളി തുടങ്ങി. എന്താ ചെയർമാൻ ഒരു രീതി പറയുന്നു, മന്ത്രി വേറെ രീതി പറയുന്നു. അങ്ങനെ അനാവശ്യമായ ഒരു വിവാദം ഒഴിവാക്കേണ്ടതായിരുന്നു. ഒരുപക്ഷെ മന്ത്രിയുടെ പക്വത കുറവുണ്ടാകാം, രാഷ്ട്രീയത്തിൽ വലിയ പരിചയവും അനുഭവ സമ്പത്തും ഇല്ലാത്തതുകൊണ്ടാകാം അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പ്രതികരിച്ചത്. കഷ്ടിച്ച് ഒരു സീറ്റ് കൊണ്ട് മാത്രം മന്ത്രിക്കസേര ഉറപ്പിച്ച പാർട്ടി ആകെ ഈർക്കിൽ പരുവം. എന്നിട്ടും പിളർപ്പിൻ്റെ വക്കിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവ സമ്പത്തിൻ്റെ കുറവാകാം. എന്തെങ്കിലുമൊക്കെ ഇനി ശക്തമായി പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് ക്ഷീണം ഉണ്ടാക്കുമോ, UDF പിണങ്ങുമോ എന്നൊക്കെയുള്ള ചിന്തയാകാം അദ്ദേഹത്തെ നയിക്കുന്നത്. അതിശക്തമായി ആവശ്യപ്പെടേണ്ട കാര്യങ്ങൾ ആവശ്യപ്പെടാം. അതാണ് പാർട്ടിക്ക് വേണ്ടി ശബ്ദിക്കണം. ചെയർമാനേക്കാൾ വലിയ മന്ത്രി പാർട്ടിക്കുണ്ടായാൽ എന്തു ചെയ്യും? കഴിഞ്ഞ പ്രാവശ്യം നെല്ലൂരിനെ 3 വട്ടം ജയിച്ച മൂവാറ്റുപുഴയിൽ നിന്ന് വാഴയ്ക്കിന് വേണ്ടി അങ്കമാലിയിലേക്ക് മാറ്റി. ഇപ്പോൾ അങ്കമാലി ഇല്ലത്രേ. നെല്ലൂരിന് എങ്ങനെ അങ്കക്കലി വരാതിരിക്കും? പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞു. അതേ ഉള്ളൂ. ചർച്ച 14-ാം തീയതി വെച്ചിട്ടുണ്ട്. ജോണി നെല്ലൂരായിട്ടും 14-ാം തീയതി ചർച്ച വെച്ചിട്ടുണ്ട്. ആകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. വളരെ നന്നായിട്ട് പുരോഗമിക്കുന്നുണ്ട്. കഴുതയെ കാരറ്റ് കാണിക്കൽ പരിപാടി. പക്ഷേ അതിന് നിന്നുകൊടുക്കാൻ ജോണി നെല്ലൂരിനെ കിട്ടില്ലത്രേ. കിട്ടിയാലും ഇല്ലെങ്കിലും ഒരു കാര്യം വ്യക്തം, NS മാധവൻ പറഞ്ഞതുപോലെ ഗ്രഹണകാലമാണ്, ഞാഞ്ഞൂലിനും വിഷം വയ്ക്കുന്ന കാലം. ഉള്ളത് പറഞ്ഞാൽ ഉള്ളത് പറഞ്ഞാൽ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ ഇടത്തുനിന്ന് വലത്തേക്ക് ചാടിയ പാർട്ടിയാണ് RSP. ദേശീയ പാർട്ടിയുടെ നയം അംഗീകരിക്കുന്നു, ദേശീയ നേതൃത്വമായി ഞങ്ങൾ അംഗീകരിക്കുന്നു. ആ ദേശീയ നേതൃത്വം പറയുന്നതനുസരിച്ച് വരും നാളുകളിൽ കേരള ഘടകം അത്തരത്തിൽ പ്രവർത്തിക്കും. പുതുതായി ചെന്ന MLA-മാർക്ക് എന്തെങ്കിലും ഫലം കിട്ടിയോ? കാരറ്റ് പ്രയോഗം അവിടെയും നടത്തി. കോവൂർ കുഞ്ഞുമോന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകും എന്നായിരുന്നു വാക്ക്. പക്ഷേ വാക്ക് പഴയ ചാക്കായി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കോൺഗ്രസ് കൈയടക്കി. എന്നോടൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, ഇങ്ങനെ ഇന്ന ആൾക്കാരെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഇത് ഇതാണ് പ്രോഗ്രാം. കുഞ്ഞുമോൻ കുറെ കൂടി വലിയ മോൻ ആകട്ടെ എന്നാകാം കോൺഗ്രസ് കരുതിയത്. പക്ഷേ കുന്നത്തൂരുകാരുടെ മനസ്സിലിരിപ്പ് കുഞ്ഞുമോൻ അറിയാം. വലതു നിന്നാൽ കുന്നത്തൂരിൽ 8 നിലയ്ക്ക് പൊട്ടും. അതുകൊണ്ട് അമാന്തിച്ചില്ല.
പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചില്ല. എൻ്റെ ഒരു സ്വയം തീരുമാനമാണ് രാജിവെക്കാൻ കാരണം. കുഞ്ഞുമോൻ പഴയ തട്ടകത്തിൽ തിരിച്ചെത്തി. അദ്ദേഹത്തിന് വല്ല ഓഫറും ഒരുപക്ഷെ കിട്ടിക്കാണും. കുഞ്ഞുമോൻ എടുത്ത നിലപാട് എത്ര നന്നായി എന്ന് RSP സംസ്ഥാന സെക്രട്ടറി കൂടിയായ AA അസീസിന് തോന്നുന്നുണ്ടാകും. കാരണം ഇരവിപുരം സീറ്റ് തന്നെ വഞ്ചനാപരമാണ് അതേ പറയാൻ. സീറ്റ് തങ്ങൾക്ക് വേണമെന്ന അസീസ് സിറ്റിംഗ് സീറ്റുകളെ സംബന്ധിച്ച് വളരെ നേരത്തെ തന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞതാണ്. ജയിച്ച സീറ്റുകളിലാണ് സിറ്റിംഗ് സീറ്റുകൾ. അത് ലീഗ് ഉൾപ്പെടെ സമ്മതിച്ചതാണ്. അത് പിന്നെ പ്രാദേശികമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ പാണക്കാട് തങ്ങളുടെ പാർട്ടി ജില്ലാ സെക്രട്ടറി യൂനസ് മുതലാളി പറയുന്നത് അതിന് വെച്ച വെള്ളം വാങ്ങിയേക്കാനാണ്. കാരണം ഇപ്പോഴും 11 നിയോജക മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗിനെയും RSPയും വേണ്ടി വന്നാലൊന്ന് പരിശോധിക്കാൻ അതിന് കോൺഗ്രസ് തയ്യാറാകുകയാണെങ്കിൽ അതിന് ഞാൻ വെല്ലുവിളിക്കാം. യൂനസ് മുതലാളിയുടെ ചോദ്യം ഗംഭീരമാണ്. RSPയിൽ ജാഥയ്ക്കുള്ള ആളുണ്ടോ? എല്ലാവരും കൂടെ ഈ 140 വണ്ടിയിൽ കയറാൻ വേണ്ടി ഉള്ള RSPക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം RSPയെ പറ്റി എല്ലാവർക്കും അറിയാം. നന്നേ ദുർബല, പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ കണക്കാണ്. ആകെ ക്ഷീണിതരായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് ഒരു ഭാഗം ചവറ മുതൽ ചവറ വരെ നീണ്ടുകിടക്കുന്ന പാർട്ടിയെന്ന് പണ്ടേ ഖ്യാതിയുള്ള പാർട്ടിയാണ് RSP. ആ ഈർക്കിൽ ബലം ഇപ്പോൾ പല കഷണങ്ങളുമായി. എന്നാലും ഇത് ഗ്രഹണകാലമാണ്. ഈർക്കിലിനും തോന്നാം വടവൃക്ഷമാണെന്ന്. എന്തൊരു കൊട്ടും പാട്ടും പെരുമ്പറയുമായിരുന്നു ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയെപ്പറ്റി. പട്ടിക പുറത്തു വന്നതോടെ തുടങ്ങി കോണിയും പാമ്പും കളി. അപ്പോൾ മനസ്സിലായി നേരത്തെയുള്ള കോണി കയറ്റം ഇരിക്കും മുമ്പേയുള്ള കാലുനീട്ടമാണെന്ന്. തിരുവമ്പാടിയിലെ സ്ഥിതി എന്തായി? ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ പച്ച തൊടിക്കില്ലത്രേ. നമ്മൾ ഏതറ്റം വരെയും മുമ്പോട്ട് പോകും. സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടി വന്നാൽ സ്ഥാനാർത്ഥി നിർത്തും. ഞങ്ങൾക്ക് അവിടെ മാത്രമല്ല, ഏകദേശം 8-9 മണ്ഡലങ്ങളിൽ മലയോര വികസന സമിതി ശക്തമായിട്ടുണ്ട്. അവർക്ക് ബേസ് ഉണ്ട്. ലീഗിൻ്റെ MLA എത്രമാത്രം മണ്ഡലം മൊത്തത്തിൽ നോക്കി എന്നതിൻ്റെ തെളിവാണിത്. എല്ലാ വിഭാഗക്കാരും പച്ച പിടിക്കണം എന്ന് നനച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഈ ഗതി വരുമായിരുന്നോ? മലയോര കർഷക ജനതയെ വഞ്ചിച്ചിരിക്കുന്നു എന്നുള്ള വികാരം പ്രകടിപ്പിച്ച് പരസ്യമായി രംഗത്ത് വരുന്നവർ ഒരാശയവിനിമയത്തിന് തയ്യാറായാൽ വാതിൽ കൊട്ടിയടക്കേണ്ട കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമില്ല. കൃഷിക്കാരുടെ താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്നതിന്, അതുപോലെ ഇതര ജനവിഭാഗങ്ങളുടെ താല്പര്യം പരിരക്ഷിക്കുന്നതിന് ഇതിനോടെല്ലാം നിഷേധ നിലപാട് സ്വീകരിച്ച ഗവൺമെൻറ്റിനെതിരായിട്ട് വികാരം പ്രകടിപ്പിക്കുന്നതിന് മുന്നോട്ട് വരുന്ന ആരുമായിട്ടും ആശയവിനിമയം നടത്തും. MLAയും മന്ത്രിയുമൊക്കെ ആയാൽ സത്യത്തിൽ എല്ലാവർക്കും വേണ്ടി നിലകൊള്ളണം. ഇത് ഇനി എന്നാണാവോ ഇവരൊക്കെ മനസ്സിലാക്കുക? കഴിഞ്ഞ തവണ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. അതിൻ്റെ ഫലമാണ് ഇത്തവണ സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകാമെന്ന കരാർ. പക്ഷേ കരാർ പഴയ ചാക്കാക്കി ലീഗ്. തിരുവമ്പാടി സീറ്റ് ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് UDF നേതൃത്വവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവന് കത്തൊക്കെ മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്ത് മുഖ്യമന്ത്രിയോട് സംസാരിച്ചാൽ മതിയല്ലോ. തങ്ങൾക്കും കുഞ്ഞാപ്പയ്ക്കും അറിയാം ലീഗ് കോണി വലിച്ചാൽ കുഞ്ഞൂഞ്ഞിനും കോൺഗ്രസിനും ഒന്നും ചെയ്യാനില്ലെന്ന്. അത് 5ാം മന്ത്രിയായാലും തിരുവമ്പാടിയായാലും ലീഗ് കോണി വലിച്ചാൽ UDF പച്ച തൊടില്ല എന്നതാണ് സത്യം. ഗ്രഹണകാലത്ത് ഞാഞ്ഞൂലിനും വിഷം വയ്ക്കുന്ന UDFൻ്റെ രാജ്യസഭാ സ്ഥാനാർത്ഥികൾ AK ആൻ്റണിയും MB വീരേന്ദ്രകുമാറും, LDFൻ്റേത് ഇതുവരെ പാർലമെൻറ്റിലെത്താത്ത സോമപ്രസാദ്. രാജ്യസഭാ സീറ്റ് കരഗതമായതോടെ വീരേന്ദ്രകുമാറിൻ്റെ UDFലെ വീർപ്പുമുട്ടൽ തീർന്നു കാണും. പാലക്കാട് സീറ്റിൽ നിർത്തിത്തോൽപ്പിച്ചതടക്കമുള്ള പ്രശ്നങ്ങൾ. ഞങ്ങൾ ന്യായമായും പ്രതീക്ഷിക്കുന്നത് UDF നിയോഗിച്ച കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് ഗൗരവമായി പരിഗണിക്കുമെന്നാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ സംഘടനാ സംവിധാനത്തിൽ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ പാർട്ടിക്ക് ന്യായമായ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ പുറത്തു ചാടാൻ കച്ച മുറുക്കി നിൽക്കുകയായിരുന്നു. ആ കച്ച രാജ്യസഭാ സീറ്റിട്ട് മുറുക്കി.
പിടിച്ചു ഞാൻ, അവൻ എന്നെ കെട്ടി എന്ന മട്ടിലായി. അതോടെ പ്രശ്നങ്ങളെല്ലാം പരണത്തായി. നമ്മുടെ അറയ്ക്കൽ പറമ്പിൽ കുര്യൻ ആൻ്റണിയുടെ അടുത്തേക്ക് വരാം. എന്നും ചെറുപ്പക്കാർക്ക് വേണ്ടി തിളയ്ക്കുന്ന രാഷ്ട്രീയ പ്രതിഭ. ആൻ്റണി മാത്രമല്ല, ആൻ്റണിയെ KSUവിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന സാക്ഷാൽ വയലാർ രവിയുടെയും ചരിത്രം യുവാക്കൾക്ക് വേണ്ടി തിളയ്ക്കുന്നതാണ്. അങ്ങനെയായിരുന്നു പ്രായം കൂടിപ്പോയതിനാൽ സാക്ഷാൽ R. ശങ്കറെ തെറിപ്പിച്ച് പണ്ട് വയലാർ രവി തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയത്. അതൊക്കെ അന്തക്കാലം. ഇപ്പോഴെന്താണ് സ്ഥിതി? മുമ്പൊരു രാജ്യസഭാ സീറ്റ് വന്നപ്പോൾ വയലാർ രവി തന്നെ ഉറച്ചിരുന്നു. ഇപ്പോൾ AK ആൻ്റണിയും. രാജ്യസഭാ സീറ്റിലേക്ക് ശ്രീ AK ആൻ്റണിയെ നിർദ്ദേശിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആൻ്റണിക്ക് ഇപ്പോൾ വയസ്സ് 75ആയി. 30-ാം വയസ്സിൽ MLA ആയതാണ്. 37-ാം വയസ്സിൽ മുഖ്യമന്ത്രിയും. 5 വർഷത്തെ ഇടവേള കിഴിച്ചാൽ 40 വർഷമായി മേപ്പടിയാൻ ഒന്നുകിൽ നിയമസഭയിൽ അംഗം, അല്ലെങ്കിൽ പാർലമെൻറ്റിൽ അംഗം. 3 വട്ടം മുഖ്യമന്ത്രി, 3 വട്ടം കേന്ദ്രമന്ത്രി. ഇതിനിടയിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം. ആദർശത്തിൻ്റെ ആൾരൂപമായ ആൻ്റണി എത്രമാത്രം മോഹമുക്തനായ കോൺഗ്രസ്സുകാരനാണെന്ന് നോക്കുക. പാർട്ടി പറഞ്ഞാൽ അച്ചടക്കത്തോടെ സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കുകയല്ലാതെ എന്തു ചെയ്യും? ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം PP മുകുന്ദനും വെള്ളാപ്പള്ളിക്കും ശോഭാ സുരേന്ദ്രനും, ഒടുവിൽ JSS നേതാവ് രാജൻ ബാബു NDAയിലെത്തി. ഈ കടുത്ത അവഗണനയെ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ പാർട്ടിയെ നിലനിർത്തുന്നതിനും ഈ പ്രതിസന്ധി അതിജീവിക്കുന്നതിനും സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയത്തിന് സംരക്ഷണം കിട്ടുന്ന, സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയത്തിലെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വാസമുള്ള രാഷ്ട്രീയ കക്ഷികളുമായി യോജിച്ച് പ്രവർത്തിക്കുന്നതിനു വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നത്. ഗൗരിയമ്മ പടിയിറങ്ങിയപ്പോഴും UDFൽ ഉറച്ചു നിന്നയാളാണ് രാജൻ ബാബു. എന്നിട്ട് ചെയ്തതെന്താണ്? BDJS എന്ന പാർട്ടിയുടെ ഭരണഘടന എഴുതാൻ സഹായിച്ചു. വെള്ളാപ്പള്ളിയുടെ വക്കാലത്തുമായി നടന്നു. ചോറ് UDFലും കൂറ് വെള്ളാപ്പള്ളിയിലും. ഇനി രണ്ടും ഒരിടത്ത് തന്നെ ആകട്ടെന്ന് സുധീരൻ പ്രസിഡന്റ് തീരുമാനിച്ചു. കൃത്യമായ ഒരു നയമുണ്ട്, നിലപാടുണ്ട്. ആ നയത്തിൽ നിന്നുകൊണ്ട്, നിലപാടിൽ അടിയുറച്ച് നിന്നുകൊണ്ട്, ആ നിലപാടിൽ നിന്നും വ്യത്യസ്തമായി ആര് നീങ്ങിയോ അവർക്ക് UDFൽ സ്ഥാനമില്ല. അതോടെ യഥാ വെള്ളാപ്പള്ളി തഥാ രാജൻ ബാബു എന്ന മട്ടായി. എന്നാൽ BDJSൽ ലയിക്കുകയൊന്നുമില്ല. NDAയിൽ അംഗമാകുമത്രേ. NDAയിൽ ഇനി എത്ര സീറ്റിനു വേണ്ടി വാദിക്കുമോ ആവോ. എന്തായാലും അച്ഛൻ വെള്ളാപ്പള്ളിയും മകൻ വെള്ളാപ്പള്ളിയും 50 സീറ്റാണത്രേ BJPയോട് ചോദിച്ചത്. കൊടുക്കാൻ പറ്റുന്നതോ 30. ഈ NDA സംവിധാനം കേരളത്തിൽ സുശക്തമായ ഒരു ബഹുജന അടിത്തറയുള്ള ഒരു രാഷ്ട്രീയ ബദൽ ആയി വളർന്നു വികസിക്കും. ഈ തെരഞ്ഞെടുപ്പിനെ ആ തരത്തിൽ നേരിടാനാണ് തീരുമാനം. ഇതിനേക്കാളൊക്കെ രസം, രാജഗോപാലിന് പോലും നൽകാത്ത ഗവർണർ പദം വെള്ളാപ്പള്ളി ആഗ്രഹിക്കുന്നത്രേ. സാക്ഷാൽ സുരേഷ് ഗോപിക്ക് മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകിയ കക്ഷിയാണ് മോദിജി. ഞാൻ കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ അടുത്ത് പറയുന്നുണ്ട്, ജനങ്ങൾ പൊറുതി മുട്ടി മുങ്ങിത്താഴുകയാണ്. അഴിമതിക്കൊന്നും മുഖത്ത് നോക്കി പറയുകയാണ്, ഞങ്ങൾ അഴിമതി ചെയ്യോടാ പുല്ലന്മാരെ എന്ന് പറയുന്ന തരത്തിലാണ് നമ്മൾ ഓരോ അഴിമതിയും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴോ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിത്വം പോലും വേണ്ടെന്നായി സുരേഷ് ഗോപിക്ക് ഉണ്ടായെന്ന് തോന്നുന്നു. പക്ഷേ അവസരവാദമാണ് തൻ്റെ രാഷ്ട്രീയമെന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള വെള്ളാപ്പള്ളിക്ക് വീണിടം വിഷ്ണുലോകം. വെള്ളാപ്പള്ളിയെ തള്ളണോ കൊള്ളണോ എന്നറിയാതെ കുഴങ്ങുകയാണ് സത്യത്തിൽ കുമ്മനം. അമിത്ഷാ പറഞ്ഞാൽ കൊണ്ടു നടക്കുകയല്ലാതെ എന്തു ചെയ്യും? തിരുവായ്ക്ക് എതിർവായില്ലല്ലോ. കുമ്മനം വന്നാൽ ഇപ്പോൾ ശരിയാകും എന്നായിരുന്നു PP മുകുന്ദൻ മുതൽ K രാമൻപിള്ള വരെ നനച്ചിരുന്നത്.
പക്ഷേ മുകുന്ദേട്ടൻ കാത്തിരുന്ന് സഹികെട്ടു. വളരെ ശരിയാണ്. പക്ഷെ അങ്ങനെ ഒരു ഫീലിംഗ് വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം, ഒരു സംഘടനയല്ലേ, കേഡർ പ്രസ്ഥാനമല്ലേ, BJP വേറെ RSS വേറെ. ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും എന്ന മട്ടിലായി. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 8-9 വർഷം ഒരു പ്രതികൂലമായിട്ട് ഒരു വാക്ക് എൻ്റെ നാക്കിന്ന് വന്നിട്ടില്ല. വേണ്ടി വന്നാൽ അങ്കത്തട്ടിലിറങ്ങും. എങ്ങനെയുണ്ട് മുകുന്ദേട്ടൻ്റെ കേഡർ സ്വഭാവം? മനസ്സിലാക്കണമെന്ന് മാത്രമേ എനിക്കൊരു അഭ്യർത്ഥനയുള്ളൂ പാർട്ടി നേതൃത്വത്തോട്. അവർ മനസ്സിലാക്കുന്നില്ല എന്നല്ല, അത് പോരാ എന്നുള്ളത്. എന്തുകൊണ്ടാണ് വട്ടിയൂർക്കാവിൽ ഇപ്പോൾ വാഴോട്ടുകോണത്ത് 3-ാം സ്ഥാനത്ത് പോയത്? ഈ കേഡർ സ്വഭാവം തന്നെയാണ് പാലക്കാട്ട് കണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചത് ശ്രീമതി ശോഭാ സുരേന്ദ്രനെ. പക്ഷേ ശ്രീമതി ശോഭ എത്തും മുമ്പേ പാലക്കാട്ടെ ഓഫീസ് അവിടെയുള്ള ഒരു കേഡർ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ RSS പിന്തുണയുള്ള സ്ഥാനാർത്ഥിയാണ് എന്നുകൂടി അറിയുക. അപ്പോൾ ഒരു കാര്യം കൂടി ഉറപ്പായിരിക്കുന്നു, കുമ്മനം വന്നിട്ടും BJPയിൽ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടുകൾ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം രാജ്യസ്നേഹത്തിൻ്റെ കുളിപ്പുരകൾ. അങ്ങനെ എന്തെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു മോദിജി വന്നത്? കള്ളപ്പണക്കാരെ ഓടിച്ചിട്ട് പിടിക്കും, അതും രാജ്യത്തിന് അകത്തു നിന്നും പുറത്തു നിന്നും. എന്നിട്ടോ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത വിജയ് മല്യ കൂളായി രാജ്യം വിട്ടിരിക്കുന്നു. വിജയ് മല്യയെ ആർക്കാണറിയാത്തത്? മദ്യം, ക്രിക്കറ്റ്, സിനിമ എല്ലാം കൂടിക്കുഴഞ്ഞ പ്രതിഭാമല്ലൻ, പണക്കിലുക്കം കൊണ്ട് രാജ്യസഭാ MP ആയ വിദ്വാൻ. പക്ഷേ 17 ബാങ്കുകളുടെ കൺസോർഷ്യമാണ് മല്യയെ രാജ്യം വിടാൻ അനുവദിക്കരുതെന്ന് മോദിജിയോട് ആവശ്യപ്പെട്ടത്. പക്ഷേ മല്യ ഒരു പറക്കൽ പറന്നു. മല്യയ്ക്കൊപ്പം ഒരജ്ഞാത സ്ത്രീയും ഭാരമുള്ള 7 പെട്ടികളും ഉണ്ടായിരുന്നത്രേ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുതൽ CBI വരെ മല്യയ്ക്കെതിരെ കേസെടുത്തിരുന്നു. എന്നിട്ടും മല്യയ്ക്ക് മീതെ ഒരു പരുന്തും പറന്നില്ല. മല്യ ലണ്ടനിലിരുന്ന് ചീറ്റുന്നു. താൻ എവിടെയും ഒളിച്ചോടിയിട്ടില്ല. റേറ്റിംഗ് കൂട്ടാൻ ചാനലുകളാണ് എല്ലാം കുത്തിപ്പൊക്കുന്നത്. കൂട്ടത്തിലൊരു വിരട്ടലും. മാധ്യമ മുതലാളിമാർ തൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ ഔദാര്യങ്ങൾ മറക്കരുത്, എല്ലാത്തിനും രേഖകളുണ്ട്. എങ്ങനെയുണ്ട് മല്യയുടെ മണിപ്പവർ? സാമ്പത്തിക കുറ്റവാളി ലളിത് മോദിയെ കൈയയച്ച് സഹായിച്ചവർ ആരാണെന്ന് നമുക്കൊക്കെ അറിയാം. മറ്റൊരു സാമ്പത്തിക കുറ്റവാളിയെ രാജ്യം വിട്ടു പറക്കാൻ ആരായിരിക്കും അപ്പോൾ സഹായിച്ചത്? ഇതാണ് വേലി തന്നെ വിളവ് തന്നൽ, അപാര രാജ്യസ്നേഹം. മാധ്യമം ആഴ്ചപ്പതിപ്പിൻ്റെ തുടക്കത്തിൽ രാജ്യസ്നേഹത്തിൻ്റെ കുളിപ്പുരകൾ എന്ന പേരിൽ PK പാറക്കടവ് എഴുതിയ കവിതയ്ക്ക് സമാനമായ ചെറുകുറിപ്പ് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഹിറ്റ്ലർ ജർമ്മനിയെയും മുസോളിനി ഇറ്റലിയെയും അത്രമേൽ സ്നേഹിച്ചിരുന്നു. ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നൊടുക്കിയ ഗ്യാസ് ചേംബറിന് കുളിപ്പുര എന്നായിരുന്നു പേരിട്ടിരുന്നത്. നമ്മളെയും ഒരു നാൾ രാജ്യസ്നേഹികൾ കുളിപ്പിക്കാൻ കൊണ്ടുപോകും. എണ്ണ തേച്ച് സോപ്പും തോർത്തുമായി നമുക്ക് കാത്തിരിക്കാം. അതെ, രാജ്യസ്നേഹത്തിൻ്റെ കുളിപ്പുരകൾ എവിടെയെല്ലാമോ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കത്തുകൾ അയക്കേണ്ട വിലാസം ഉള്ളത് പറഞ്ഞാൽ @kairatv.in. ഉള്ളത് പറഞ്ഞാൽ ഇനി ഇതേ ദിവസം ഇതേ സമയം.